ഇന്നത്തെ റെസിപ്പി നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. മാങ്ങ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്ങാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ 1.5 കപ്പ് മാങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. അത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാലൊഴിച്ച് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കുക. ഇനി ഒരു പാനിലേക്ക് 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പാൽ ഇതുപോലെ ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. കസ്റ്റാർഡ് ഇതുപോലെ നല്ല തിക്കായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ പീസസ് ആണ്. പിന്നെ കുറച്ച് ബിസ്ക്കറ്റും അത് ഡിപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാലും. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു ബിസ്ക്കറ്റ് എടുത്തിട്ട് ഈ പാലിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് പുഡിങ് ട്രേയിൽ വെച്ച് കൊടുക്കുക. ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ബിസ്ക്കറ്റിന് പകരം ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ പുഡിങ് ട്രേ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്യുന്ന വിധത്തിൽ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാംഗോ പീസസ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ബിസ്ക്കറ്റ് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് മാംഗോ പീസസ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഒറ്റ ലെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനിയൊരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം പുഡിങ്ങൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്